വെസ്റ്റീജ് മാർക്കറ്റിംഗ് കമ്പനിയുടെ യൂട്യൂബ് ചാനലിൽ നിന്നുള്ള വിജയരാജു ബട്ടുല എന്ന ഒരു വ്യക്തിയുടെ ജീവിതാനുഭവം. അതെ, ഇതൊരു സാധാരണ വിജയകഥയല്ല. എല്ലാം നഷ്ടപ്പെട്ട് ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ തീരുമാനിച്ച ഒരാൾ പിന്നീട് കോടികളുടെ ആസ്തിയുള്ള ഒരു ബിസിനസ്സുകാരനായി മാറിയതിന്റെ ഒരു കേസ് സ്റ്റഡി ആയിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. അതെ. നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം ഈ കഥയെ വെറുതെ പ്രോത്സാഹിപ്പിക്കുക എന്നതിലുപരി ഇതിനെ ഒന്ന് കീറിമുറിച്ച് പരിശോധിക്കുകയാണ്. ഡയറക്റ്റ് സെല്ലിംഗ് എന്നൊരു ബിസിനസ് മോഡൽ അതെങ്ങനെയാണ് ഒരാളുടെ ജീവിതത്തെ ഇത്രയധികം സ്വാധീനിക്കുന്നത്? ശരിയാണ്. എന്താണതിലെ മനഃശാസ്ത്രപരമായ ഘടകങ്ങൾ? നമുക്ക് ഈ ഒരൊറ്റ അനുഭവത്തെ മുൻനിർത്തി അതൊന്നു നോക്കാം. അപ്പൊ നമുക്ക് തുടങ്ങാം. വിജയരാജുവിന്റെ കഥ തുടങ്ങുന്നത് ഒരു സ്വപ്നതുല്യമായ സാഹചര്യത്തിലാണല്ലേ? അതെ, എല്ലാം തികഞ്ഞ ഒരു ജീവിതം. മാർക്കറ്റിംഗ് രംഗത്ത് അദ്ദേഹം ശരിക്കും തിളങ്ങി നിൽക്കുന്ന ഒരു സമയം. മാസവരുമാനം 1.5 ലക്ഷത്തിനു മുകളിൽ. സ്വന്തമായി കാറ്, നല്ല വീട്, സന്തോഷമുള്ള കുടുംബം, എല്ലാം ഭദ്രം. അവിടെയാണ് കഥയിലെ ആദ്യത്തെ ട്വിസ്റ്റ്. നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഡോണ്ട് പുട്ട് ഓൾ യുവർ എഗ്സ് ഇൻ വൺ ബാസ്ക്കറ്റ് എന്ന്. വിജയരാജു ജോലി ചെയ്തിരുന്ന ആ കമ്പനി ഒരു ദിവസം പെട്ടെന്നങ്ങ് അടച്ചുപൂട്ടി. അതോടെ അദ്ദേഹത്തിന്റെ വരുമാനം പൂർണ്ണമായിട്ടും നിന്നു. ജീവിതം 1.5 ലക്ഷത്തിൽ നിന്ന് ഒറ്റയടിക്ക് 0-ലേക്ക്. 0 എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ 0. കയ്യിലുണ്ടായിരുന്ന പൈസയെല്ലാം തീർന്നു, കടങ്ങൾ പെരുകി, സ്വന്തം കുഞ്ഞിന് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് വാങ്ങിക്കൊടുക്കാൻ പോലും കയ്യിൽ പണമില്ലാത്തൊരവസ്ഥ. ആ ഒരു മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ആ ഒരു വീഴ്ചയുടെ ആഘാതം വളരെ വലുതായിരുന്നു. 60 ലക്ഷം രൂപയുടെ കടം. സമൂഹത്തിൽ നല്ല നിലയിൽ ജീവിച്ചൊരാൾക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു ആ ഒരു പ്രഷർ. ശരിയാണ്. ജീവിതം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് പോലും അദ്ദേഹം ചിന്തിച്ചു എന്ന് പറയുമ്പോൾ ആ പ്രതിസന്ധിയുടെ ആഴം നമുക്ക് ഊഹിക്കാം. അതെ, 25 ഉറക്കഗുളികകളുമായി അദ്ദേഹം ആത്മഹത്യയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരു രംഗം വിവരിക്കുന്നുണ്ട്. പക്ഷേ ആ അവസാന നിമിഷം തന്റെ മക്കളുടെ മുഖം ഓർത്തപ്പോൾ അദ്ദേഹം ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറി. എന്നിട്ട് ഇനി എന്തെന്നറിയാതെ ദൈവത്തിൽ ഭരമേൽപ്പിച്ച് മുന്നോട്ടു പോവുകയായിരുന്നു. ഈ ഒരു നിരാശാജനകമായ അവസ്ഥയിലാണ് കഥയിലെ വഴിത്തിരിവ് വരുന്നത്. പക്ഷെ അതൊരു വലിയ അവസരമായിട്ടല്ല വന്നത് എന്നതാണ് ഏറ്റവും രസകരം. അതെ, അതാണ് എനിക്കും കൗതുകമായി തോന്നിയത്. വളരെ ചെറിയ, നിസ്സാരമെന്ന് തോന്നുന്ന ഒരു ആവശ്യത്തിന്റെ രൂപത്തിലാണ് അത് വരുന്നത്. ശരിയാണ്. ആ സമയത്ത് പല വലിയ കമ്പനികളും അദ്ദേഹത്തെ സമീപിക്കുന്നുണ്ട്. 2 ലക്ഷം, 3 ലക്ഷം ഒക്കെ സാലറി ഓഫർ ചെയ്തു. ഓഹോ. പക്ഷെ ആ കമ്പനികളുടെയൊന്നും ഭാവിയിൽ അദ്ദേഹത്തിനൊരു ഉറപ്പും തോന്നിയില്ല. അതുകൊണ്ട് അതെല്ലാം വേണ്ടെന്ന് വെച്ചു. അതൊരു പ്രധാനപ്പെട്ട തീരുമാനമായിരുന്നു. മുൻപത്തെ അനുഭവം അദ്ദേഹത്തെ ഒരു പാഠം പഠിപ്പിച്ചു. പെട്ടെന്നുള്ള ലാഭത്തേക്കാൾ ഒരു കമ്പനിയുടെ നിലനിൽപ്പും വിശ്വാസ്യതയുമാണ് പ്രധാനമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിരിക്കണം. അങ്ങനെയിരിക്കെയാണ് ഒരു പഴയ സുഹൃത്ത് ഒരു കമ്പനിയെക്കുറിച്ച് പറയാൻ വീണ്ടും വീണ്ടും വിളിക്കുന്നത്. ഡയറക്റ്റ് സെല്ലിംഗ് എന്നൊക്കെ കേട്ടതുകൊണ്ട് വിജയരാജുവിന് തീരെ താൽപ്പര്യമില്ലായിരുന്നു. അദ്ദേഹം ഒഴിഞ്ഞു മാറിക്കൊണ്ടേയിരുന്നു. പക്ഷെ ഒരു ദിവസം വീട്ടിൽ അത്യാവശ്യത്തിന് വെറും 500 രൂപയുടെ ആവശ്യം വന്നു. അയ്യോ. ഗതികെട്ട അദ്ദേഹം ആ സുഹൃത്തിനെ തന്നെ വിളിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചോ, ലക്ഷങ്ങളുടെ ഓഫറുകൾ നിരസിച്ച ഒരാൾ വെറും 500 രൂപയ്ക്ക് വേണ്ടി ഒരു സുഹൃത്തിനെ വിളിക്കേണ്ടി വരുന്നു. അതെ, ജീവിതത്തിലെ ഏറ്റവും വലിയ അവസരങ്ങൾ പലപ്പോഴും വരുന്നത് നമ്മുടെ ഏറ്റവും വലിയ നിസ്സഹായാവസ്ഥയിലായിരിക്കും. ആ 500 രൂപയുടെ ആവശ്യം അദ്ദേഹത്തിന്റെ ജീവിതം മാറ്റിമറിക്കാൻ പോവുകയായിരുന്നു. തീർച്ചയായും. ആ സുഹൃത്തിനി കാരാൻ ചെന്നപ്പോൾ സംസാരം സ്വാഭാവികമായും കുടുംബകാര്യങ്ങളിലേക്കെത്തി. അപ്പോഴാണ് വിജയരാജു തന്റെ മകന്റെ ഒരു ആരോഗ്യപ്രശ്നത്തെക്കുറിച്ച് പറയുന്നത്. എന്തായിരുന്നു അത്? ജനിച്ചപ്പോൾ അമ്നിയോട്ടിക് ദ്രാവകം ശ്വാസകോശത്തിൽ കയറിയതുകൊണ്ട് മോനൊരു ചുമയും ശ്വാസമുട്ടലുമുണ്ടായിരുന്നു. ഓ. ഡോക്ടർമാർ പറഞ്ഞിരുന്നത് 18 വർഷം തുടർച്ചയായി മരുന്ന് കഴിച്ചാലേ അത് പൂർണ്ണമായി ഭേദമാവൂ എന്നായിരുന്നു. ഒരു അച്ഛനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു വേദനയാണ്. 18 വർഷത്തെ മരുന്ന്, അതിന്റെ സൈഡ് എഫക്ട്സ്. അപ്പോഴാണ് ആ സുഹൃത്ത് വെസ്റ്റീജിന്റെ ഇൻവിഗോ പ്രോട്ടീൻ പൗഡർ എന്നൊരു ഉൽപ്പന്നം നിർദ്ദേശിക്കുന്നത്. ഇതൊന്ന് കൊടുത്തു നോക്കൂ, ചിലപ്പോൾ മാറ്റമുണ്ടാകും എന്ന് പറഞ്ഞു. ആദ്യം വിജയരാജുവിന് ഒരു വിശ്വാസവും തോന്നിയില്ല. സ്വാഭാവികമാണ്. വർഷങ്ങളായി ഡോക്ടർമാർ ചികിത്സിച്ചിട്ട് മാറാത്തൊരു പ്രശ്നം ഒരു ഫുഡ് സപ്ലിമെന്റ് കൊണ്ട് മാറുമെന്ന് പറഞ്ഞാൽ ആരാണ് വിശ്വസിക്കുക? അതെ. പക്ഷേ അദ്ദേഹത്തിന് 500 രൂപ വേണമായിരുന്നു. അതുകൊണ്ട് ആ പണത്തിന് പകരമായി അദ്ദേഹം മനസ്സില്ലാമനസ്സോടെ ആ പ്രോട്ടീൻ പൗഡർ വാങ്ങി. വീട്ടിലെത്തി എന്തായാലും വാങ്ങിയതല്ലേ എന്ന് കരുതി മകൻ അത് കൊടുത്തു തുടങ്ങി. ഇവിടെയാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ ആ റിസൾട്ട് ഉണ്ടാകുന്നത്. എന്താണ് സംഭവിച്ചത്? വെറും 2 മാസത്തിനുള്ളിൽ 18 വർഷം കൊണ്ട് മാറുമെന്ന് ഡോക്ടർമാർ പറഞ്ഞ അസുഖം പൂർണ്ണമായി മാറിയെന്നാണ്. ശരിക്കും? അതെ. ഇതൊരു അസാധാരണമായൊരു അവകാശവാദമാണ്.
ഒരു കേസ് സ്റ്റഡി എന്ന നിലയിൽ നമ്മളിതിനെ സമീപിക്കുമ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് നോക്കണം. ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്സുകളുടെ ആണിക്കല്ലെന്ന് പറയുന്നത് ഇതുപോലുള്ള വ്യക്തിപരമായ അനുഭവങ്ങളാണ്. ശരിയാണ്. ഒരു ഉൽപ്പന്നം ഒരാളുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് വൈകാരികമായി പ്രാധാന്യമുള്ള ഒരു പ്രശ്നത്തിന് പരിഹാരം കാണുമ്പോൾ ആ ഉൽപ്പന്നത്തോടും കമ്പനിയോടും ഒരു സാധാരണ ഉപഭോക്താവിനുള്ളതിനേക്കാൾ വലിയൊരു വൈകാരിക ബന്ധം രൂപപ്പെടും. അതെ, പിന്നീട് ആശുപത്രിയിൽ കൊണ്ടുപോയി പരിശോധിച്ചപ്പോൾ ഡോക്ടർമാർ പോലും ഈ മാറ്റത്തിൽ അത്ഭുതപ്പെട്ടു എന്ന് സോഴ്സിൽ പറയുന്നുണ്ട്. ഈ ഒരൊറ്റ അനുഭവം വിജയരാജുവിന്റെ കാഴ്ചപ്പാട് തന്നെ മാറ്റിമറിച്ചു. ഒരു ഉൽപ്പന്നത്തിലുള്ള വിശ്വാസം, അതെ, അതൊരു ബിസിനസ് അവസരമാണെന്ന ചിന്തയിലേക്ക് അദ്ദേഹത്തെ നയിക്കുകയായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ അതൊരു ബിസിനസ് അവസരം എന്നതിലുപരി ഒരു ദൗത്യമായി മാറുകയായിരുന്നു. ദൗത്യം? അതെ, തന്റെ ജീവിതത്തിൽ അത്ഭുതം സൃഷ്ടിച്ച ഒരു ഉൽപ്പന്നം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്ന ചിന്ത. ഈയൊരു വൈകാരികമായ ഊർജ്ജമാണ് ഡയറക്റ്റ് സെല്ലിംഗിലെ പല വിജയങ്ങളുടെയും പിന്നിലെ പ്രധാന ഇന്ധനം. പക്ഷെ അദ്ദേഹം ഈ ഒരൊറ്റ അനുഭവത്തിന്റെ പുറത്ത് ബിസിനസ്സിലേക്ക് എടുത്തുചാടിയില്ല. ഇല്ല. അദ്ദേഹം ബെസ്റ്റീജ് എന്ന കമ്പനിയെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ തുടങ്ങി. എന്താണ് ഈ കമ്പനി, ആരാണിതിന് പിന്നിൽ എന്നൊക്കെ. അത് വളരെ പ്രധാനമാണ്. വൈകാരികമായൊരടുപ്പം മാത്രം പോരാ, ഏതൊരു സംരംഭത്തിനും ഒരു ലോജിക്കൽ അടിത്തറ കൂടി വേണം. അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടെത്തിയത്? അകവും നിർമ്മാണ യൂണിറ്റുകളുമുണ്ട്. ഓക്കെ. അതായത് ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരത്തിൽ കമ്പനിക്ക് നേരിട്ട് നിയന്ത്രണമുണ്ട്. ഇടനിലക്കാരെ ആശ്രയിക്കുന്നില്ല. അതൊരു വലിയ ഘടകമാണ്. കാരണം ഡയറക്റ്റ് സെല്ലിംഗിൽ ഉൽപ്പന്നത്തിന്റെ ക്വാളിറ്റിയാണ് എല്ലാം. സ്വന്തമായി നിർമ്മാണ യൂണിറ്റ് ഉണ്ടെങ്കിൽ ഗുണമേന്മയിൽ സ്ഥിരത ഉറപ്പാക്കാൻ കമ്പനിക്ക് സാധിക്കും. അത് വിതരണക്കാർക്ക് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. രണ്ടാമതായി, ഇതൊരു ഇന്ത്യൻ കമ്പനിയാണ്. ആ. ഇന്ത്യയിൽ തുടങ്ങി ഇന്ന് 9ഓളം വിദേശ രാജ്യങ്ങളിലേക്ക് വളർന്ന ഒരു സ്ഥാപനം. ഒരു ഇന്ത്യൻ ബ്രാൻഡിന്റെ ആഗോള വളർച്ച അദ്ദേഹത്തെ ആകർഷിച്ചു. അതും തന്ത്രപ്രധാനമായൊരു കാര്യമാണ്. പ്രാദേശികമായ വിപണിയെയും ആളുകളുടെ ആവശ്യങ്ങളെയും നന്നായി മനസ്സിലാക്കുന്ന ഒരു ഇന്ത്യൻ മാനേജ്മെന്റ്. അത് നൽകുന്ന ഒരു സുരക്ഷിതത്വബോധമുണ്ട്. മൂന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം കമ്പനിയുടെ മാനേജ്മെന്റ് ടീമായിരുന്നു. ആരായിരുന്നു അവർ? ഗൗതം ബാലി, ദീപക് സൂദ്, കൺവർബീർ സിംഗ്. ഇവർ മൂന്നുപേരും ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ പതിറ്റാണ്ടുകളുടെ അനുഭവപരിചയമുള്ളവരാണ്. ഈ ശക്തമായ നേതൃത്വമാണ് കമ്പനിയുടെ നട്ടെല്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ശരിയാണ്. ഒരു കപ്പലിന്റെ ദിശ നിർണ്ണയിക്കുന്നത് അതിന്റെ കപ്പിത്താനാണ്. ഒരു കമ്പനിയുടെ മാനേജ്മെന്റ് എത്രത്തോളം ശക്തമാണോ അത്രത്തോളം ആ കമ്പനിക്ക് പ്രതിസന്ധികളെ അതിജീവിക്കാനും വളരാനും സാധിക്കും. ഇതിനൊല്ലാം പുറമെ വെബ്സൈറ്റിൽ കണ്ട ആയിരക്കണക്കിന് സാധാരണക്കാരുടെ വിജയകഥകളും അദ്ദേഹത്തിന് വലിയ പ്രചോദനമായി. അപ്പോ ഉൽപ്പന്നത്തിൽ നിന്ന് കിട്ടിയ വിശ്വാസം കമ്പനിയെക്കുറിച്ചുള്ള പഠനത്തിലൂടെ ഒരു വലിയ ബോധ്യമായി മാറി. അതെ, ഇനി അടുത്ത പടി വെസ്റ്റീജിന്റെ ബിസിനസ് പ്ലാൻ മനസ്സിലാക്കുക എന്നതായിരുന്നു. അതാണ് അദ്ദേഹത്തെ ഇതിലേക്ക് പൂർണ്ണമായി ആകർഷിച്ചത്. ബിസിനസ് പ്ലാൻ എന്ന് പറയുമ്പോൾ എങ്ങനെ പണം സമ്പാദിക്കാം എന്നു മാത്രമല്ല, അല്ല, ഒരു നല്ല ഡയറക്റ്റ് സെല്ലിംഗ് പ്ലാൻ ആളുകളുടെ ജീവിതത്തിലെ പല അഭിലാഷങ്ങളെയും ലക്ഷ്യം വെക്കുന്ന ഒന്നായിരിക്കും. അതെ, ഇവിടെയും അതുതന്നെയാണ് സംഭവിച്ചത്. സോഴ്സിൽ പറയുന്നതനുസരിച്ച് വെസ്റ്റീജിന്റെ പ്ലാനിലെ ചില ഘടകങ്ങൾ അദ്ദേഹത്തെ വല്ലാതെ ആകർഷിച്ചു. ഉദാഹരണത്തിന് 3 ജനറേഷൻ ഇൻകം. എന്താണിതുകൊണ്ട് ശരിക്കും ഉദ്ദേശിക്കുന്നത്? അതൊരു നല്ല ചോദ്യമാണ്. 3 തലമുറ വരുമാനമെന്ന് കേൾക്കുമ്പോൾ ഒന്നും ചെയ്യാതെ തന്നെ തലമുറകളോളം പണം കിട്ടുമെന്ന് തോന്നാം. പക്ഷെ അങ്ങനെയല്ല. പിന്നെ എങ്ങനെയാണ്? സിമ്പിളായി പറഞ്ഞാൽ, നിങ്ങളൊരു വലിയ നെറ്റ്വർക്ക് ഉണ്ടാക്കിയാൽ ആ നെറ്റ്വർക്കിൽ നടക്കുന്ന ബിസിനസിന്റെ ഒരു വിഹിതം നിങ്ങൾക്ക് റോയൽറ്റി പോലെ ലഭിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ സജീവമായി പ്രവർത്തിക്കാത്ത ഒരു കാലത്തും നിങ്ങളുടെ ആ ബിസിനസ് അസറ്റ് നിങ്ങളുടെ നോമിനിക്ക് കൈമാറ്റം ചെയ്യപ്പെടും. ഓക്കെ. അതിന് പക്ഷേ സ്വയം പ്രവർത്തിക്കുന്ന ശക്തമായ ഒരു ടീമിനെ വളർത്തിയെടുക്കണം. ഓക്കെ, അപ്പോൾ അതൊരു പാസീവ് ഇൻകം മോഡലാണ്. പിന്നെ അദ്ദേഹത്തെ ആകർഷിച്ചത് കാർ ഫണ്ട്, ഹൗസ് ഫണ്ട്, ട്രാവൽ ഫണ്ട് എന്നിവയാണ്. ഇത് ശരിക്കും കമ്പനി ഫണ്ട് തരുവാണോ അതോ ഇതൊരു മാർക്കറ്റിംഗ് തന്ത്രമാണോ? രണ്ടും ചേർന്നതാണെന്ന് പറയാം. ഇതൊക്കെ യഥാർത്ഥത്തിൽ ലഭിക്കുന്ന ബോണസുകളാണ്. ഓക്കെ. നിങ്ങളൊരു നിശ്ചിത ബിസിനസ് ലക്ഷ്യം കൈവരിക്കുമ്പോൾ നിങ്ങളുടെ വരുമാനത്തിന് പുറമെ ഈ ഫണ്ടുകളിലേക്കൊരു നിശ്ചിത തുക കമ്പനി മാറ്റിവെക്കും. ഇതിനെ കാർ വാങ്ങാനുള്ള ഫണ്ട്, വീട് വയ്ക്കാനുള്ള ഫണ്ട് എന്നൊക്കെ പേരിട്ട് അവതരിപ്പിക്കുമ്പോൾ ആളുകൾക്ക് അവരുടെ സ്വപ്നങ്ങളുമായി അതിനെ എളുപ്പത്തിൽ ബന്ധിപ്പിക്കാൻ സാധിക്കും. ശരിയാണ്. 1,00,000 രൂപ ബോണസ് എന്നു പറയുന്നതിനേക്കാൾ ആളുകളെ ആകർഷിക്കുക നിങ്ങളുടെ സ്വപ്ന കാർ വാങ്ങാനുള്ള ഫണ്ട് എന്നു പറയുന്നതാണ്. അതൊരു മികച്ച മാർക്കറ്റിംഗ് സൈക്കോളജിയാണ്. ശരിയാണ്. അപ്പോൾ ഈ ഒരു സമ്പൂർണ്ണ പാക്കേജ് കണ്ടപ്പോൾ തനിക്ക് നഷ്ടപ്പെട്ട ജീവിതം തിരിച്ചുപിടിക്കാൻ മാത്രമല്ല
അതിനേക്കാൾ വലിയ സ്വപ്നങ്ങൾ കാണാനും സാധിക്കുമെന്ന് വിജയരാജുവിന് ഉറപ്പായി. അങ്ങനെ അദ്ദേഹം വെസ്റ്റീജിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. അതെ. പക്ഷെ തുടക്കം അത്ര എളുപ്പമായിരുന്നില്ല എന്ന് സോഴ്സിൽ പറയുന്നുണ്ട്, അല്ലേ? വീട്ടിൽ നിന്ന് തന്നെ എതിർപ്പുകൾ വന്നു, അല്ലേ? തീർച്ചയായും. മുൻപത്തെ അനുഭവമുള്ളതുകൊണ്ട് ഭാര്യയ്ക്കും കുടുംബക്കാർക്കും വലിയ പേടിയായിരുന്നു. സ്വാഭാവികം. വീണ്ടും ഏതെങ്കിലും ചതിയിൽ പെടുകയാണോ എന്നായിരുന്നു അവരുടെ ഭയം. പക്ഷേ ഇത്തവണ വിജയരാജുവിന് ഉൽപ്പന്നത്തിലും കമ്പനിയിലും താൻ നടത്തിയ പഠനത്തിലും പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. ആ ഒരു വിശ്വാസമാണ് അദ്ദേഹത്തെ മുന്നോട്ട് നയിച്ചത്. വെസ്റ്റീജിന്റെ സിസ്റ്റം എന്താണോ അത് അതേപടി പിന്തുടരുക എന്നതാണ് അദ്ദേഹം ചെയ്തത്. സിംപിളായി ഫോളോ ചെയ്തു. അതെ, ഇവിടെയാണ് നമ്മൾ ഡ്യൂപ്ലിക്കേഷൻ അഥവാ അനുകരണത്തിന്റെ ശക്തി കാണുന്നത്. വിജയിച്ചവർ ചെയ്ത കാര്യങ്ങൾ അതേപോലെ ചെയ്യുക. അതിന്റെ ഫലങ്ങൾ അവിശ്വസനീയമായിരുന്നു. നമുക്ക് ആ കണക്കുകളിലേക്ക് വരാം. പറയൂ. സ്റ്റാർ ഡയറക്ടർ എന്നൊരു ലെവലിലെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ മാസവരുമാനം 1.10 ലക്ഷം രൂപ കടന്നു. ഓർക്കണം, 500 രൂപയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ട ആളാണ്. അതെ, ഒരു വർഷം കൊണ്ട് വരുമാനം 2 ലക്ഷം രൂപയായി. വളർച്ചയുടെ വേഗത വളരെ വലുതാണ്. ഡയറക്റ്റ് സെല്ലിങ്ങിന്റെ ഒരു പ്രത്യേകത അതാണ്. നിങ്ങളുടെ ടീം വളരുന്നതിനനുസരിച്ച് നിങ്ങളുടെ വരുമാനവും എക്സ്പൊണൻഷ്യലായി വളരാൻ സാധ്യതയുണ്ട്. ഒരു സാധാരണ ജോലിയിൽ അങ്ങനെയൊരു വളർച്ചാ സാധ്യത വളരെ കുറവാണ്. വരുമാനം മാത്രമല്ല, ലൈഫ് സ്റ്റൈലിലും വലിയ മാറ്റങ്ങൾ വന്നു. വെസ്റ്റീജിലൂടെ അദ്ദേഹം 3 കാറുകൾ വാങ്ങി. അതിലൊന്ന് ഒരു ജാഗ്വാർ. ഒരു മിനിറ്റ്, 500 രൂപയ്ക്കു വേണ്ടി സുഹൃത്തിനെ വിളിച്ച അതേ മനുഷ്യൻ ഒരു ആഡംബര കാറായ ജാഗ്വാർ വാങ്ങുന്നു. അതെ. ആ ഒരു മാറ്റം ഉൾക്കൊള്ളാൻ പോലും പ്രയാസമാണ്. എത്ര കാലം കൊണ്ടാണ് ഈ നേട്ടങ്ങളെല്ലാം കൈവരിച്ചതെന്ന് സോഴ്സിൽ വ്യക്തമാക്കുന്നുണ്ടോ? കൃത്യമായൊരു ടൈം ലൈൻ പറയുന്നില്ല. പക്ഷേ ഏതാനും വർഷങ്ങൾക്കുള്ളിലാണ് ഈ മാറ്റങ്ങളെല്ലാം സംഭവിച്ചത് എന്നു വ്യക്തമാണ്. സ്വന്തമായി ചിന്തലപ്പൊടിയിലും ഗണവരത്തിലുമായി വീടുകളും സ്ഥലങ്ങളും വാങ്ങി. ഏകദേശം 2 കിലോയിലധികം സ്വർണം വാങ്ങി. ഈ ഭൗതികമായ നേട്ടങ്ങൾക്കപ്പുറം ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് മറ്റൊന്നാണ്. നേടി. അതാണ് പ്രധാനം. അതാണ് ഈ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലൈമാക്സ്. 0 നിന്ന് തുടങ്ങിയ ഒരാള് കടബാധ്യതകൾ തീർത്ത് കോടികളുടെ ആസ്തിയിലേക്ക് വളരുന്നു. ഈ കഥയെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. വിജയരാജുവിന്റെ വിജയമെന്നത് വെറുമൊരു ഭാഗ്യമല്ല. അല്ല. അതിനു പിന്നിൽ വ്യക്തമായ ചില ഘടകങ്ങളുണ്ട്. ശരിയായ അവസരം കണ്ടെത്താനുള്ള കഴിവ്, ഒരു ഉൽപ്പന്നത്തിലുള്ള അടിയുറച്ച വിശ്വാസം, കമ്പനിയെക്കുറിച്ച് പഠിക്കാനുള്ള സന്നദ്ധത, പിന്നെ ഏറ്റവും പ്രധാനമായി തെളിയിക്കപ്പെട്ട ഒരു സിമ്പിൾ സിസ്റ്റം അതേപോലെ പിന്തുടരാനുള്ള അച്ചടക്കം. അപ്പോൾ വിജയരാജുവിന്റെ ഈ അനുഭവത്തിൽ നിന്നും ഒരു സാധാരണക്കാരൻ എന്താണ് മനസ്സിലാക്കേണ്ടത്? എന്താണ്? പ്രതീക്ഷ നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിന്നും ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ എങ്ങനെ ഉയർത്തെഴുന്നേൽക്കാം എന്നതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണിത്. തീർച്ചയായും. അതോടൊപ്പം ഡയറക്റ്റ് സെല്ലിംഗ് എന്ന ബിസിനസ് മോഡലിന്റെ ശക്തിയും സാധ്യതകളുമാണ് ഈ കഥ കാണിച്ചു തരുന്നത്. അതെ. ഇവിടെ വലിയ മുതൽമുടക്കില്ല, വലിയ വിദ്യാഭ്യാസമോ മുൻപരിചയമോ ആവശ്യമില്ല. വേണ്ടത് ആളുകളുമായി സംസാരിക്കാനും നിങ്ങളുടെ അനുഭവം പങ്കുവയ്ക്കാനും പിന്നെ ഒരു സിസ്റ്റം പഠിച്ച് അതനുസരിച്ച് സിമ്പിളായി പ്രവർത്തിക്കാനുമുള്ള മനസ്സാണ്. ഇന്ത്യയിൽ തുടങ്ങി 99 രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയായി വെസ്റ്റീജ് വളർന്നു എന്നത് ആ സിസ്റ്റത്തിന്റെ വിജയത്തിന്റെ കൂടി തെളിവാണ്. അതെ. അതുകൊണ്ട് ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഒരു ചിന്ത ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കാം. വിജയരാജുവിന്റെ ജീവിതം മാറ്റിമറിച്ചത് ഒരു പ്രോട്ടീൻ പൗഡറായിരുന്നു. ആ ഉൽപ്പന്നം അദ്ദേഹത്തിന് നൽകിയ വിശ്വാസമാണ് മറ്റെല്ലാത്തിനും തുടക്കമിട്ടത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരു കാര്യത്തിന്, അതൊരു ഉൽപ്പന്നമാകാം, ഒരാശയമാകാം, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം കഴിവുകളാകാം. ശരിയാണ്. എത്രത്തോളം വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും? ആ വിശ്വാസത്തെ ഒരു സിസ്റ്റമുമായി ബന്ധിപ്പിക്കാൻ കഴിഞ്ഞാൽ അസാധ്യമെന്ന് കരുതുന്ന പലതും സാധ്യമായേക്കാം. ഒന്ന് ആലോചിച്ച് നോക്കൂ.